തൻ്റെ അച്ഛൻ മരിച്ച ശേഷം നാട്ടിലേക്ക് വരുന്ന ആരോൺ. അവിടെ വെച്ച് അവനൊരു പഴയ മാന്ത്രിക ജാർ കിട്ടുന്നു. പിന്നീട് ആരോണിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അമാനുഷിക സംഭവങ്ങളും അവസാനം ആ ജാർ അവൻ എന്തു ചെയ്തു എന്ന് പറയുന്നൊരു മിസ്റ്ററി ഹൊറർ ചിത്രമാണ് 2018 ഇറങ്ങിയ ദി ഫൈനൽ വിഷ്. ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഒരു പെൺകുട്ടി രാത്രി തൻ്റെ വീട്ടിലേക്ക് വരുന്നു. വാഷ്റൂമിൽ നിൽക്കുമ്പോൾ താഴെ ചില ശബ്ദങ്ങൾ കേട്ട് താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു റൂമിൽ അവളുടെ അമ്മയെ 2 കഷ്ണങ്ങളായി വെട്ടിക്കൊന്നിരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് അവിടേക്ക് അവളുടെ അച്ഛൻ കയ്യിൽ ഒരു വാളുമായി വരുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ അവൾ എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് കരയുന്നു. ഈ സീൻ കട്ടായി അടുത്ത സീനിൽ ചിത്രത്തിന്റെ ഹീറോ ആരോണിനെ കാണിക്കുന്നു. ആരോൺ ഒരു ലോയറാണ്. പക്ഷേ എവിടെയും ജോലി കിട്ടാതെ വാടക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് താമസിച്ചിരുന്ന റൂമിൽ നിന്ന് വരെ അവനെ പുറത്താക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ആരോണിന്റെ നാട്ടിലുള്ള ലിസ എന്ന കൂട്ടുകാരി വിളിക്കുന്നു. ആരോണിന്റെ അച്ഛൻ മരിച്ചുപോയെന്നും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നും പറയുന്നു. ഇത് കേട്ട് ഷോക്കായി പോയ ആരോൺ ഉടനെ നാട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ പെട്ടെന്ന് അടുത്ത വീട്ടിലെ ഒരു നായ ആരോണെ പേടിപ്പിക്കുന്നു. പെട്ടെന്ന് അതിന്റെ ഓണർ വന്ന് അതിനെ പിടിച്ചു മാറ്റുന്നു. ആരോൺ സിറ്റിയിൽ വലിയൊരു ലോയർ ആണെന്നാണ് നാട്ടിലുള്ളവർ കരുതിയിരിക്കുന്നത്. ആരോൺ തന്റെ അമ്മയെ കണ്ട് അച്ഛനെ കാണാൻ വരാതിരുന്നതിന് സോറി ചോദിക്കുന്നു. നീ ഒരു വലിയ ലോയർ അല്ലേ, ജോലി തിരക്കായത് കൊണ്ട് വരാതിരുന്നതാണെന്ന് എനിക്കറിയാമെന്ന് അമ്മ പറയുന്നു. ഇത് കേട്ട് ആരോണ് താൻ ഒരു വലിയ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുന്നു. അച്ഛന്റെ റൂമിലുള്ള പഴയ സാധനങ്ങൾ നോക്കുമ്പോൾ അതിലൊരു ജാർ ആരോൺ കാണുന്നു. അടുത്ത ദിവസം അച്ഛന്റെ റൂമിലെ പഴയ സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി ആരോൺ പുറത്ത് വെക്കുന്നു. അപ്പോൾ അങ്ങോട്ട് ലിസ വരുന്നു. ആരോണിന്റെ എക്സ് ലവർ ആയിരുന്നു ലിസ. താനും ഡെറിക്കും വിവാഹിതരായെന്ന് ലിസ പറയുന്നു. ഡെറിക്കും ആരോണും ലിസയുമെല്ലാം ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. എന്നാൽ ഡെറിക്കിനും ആരോണും ഇടയിൽ ഒരു ശത്രുതയുണ്ടായിരുന്നു. ആരോണിന്റെ ഫ്രണ്ട് ടൈഡ് അങ്ങോട്ട് വരുന്നു. ടൈഡിനെ കണ്ടതും ലിസ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് ആരോൺ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടൈഡ് അതൊരു വലിയ കഥയാണെന്നും പിന്നെ പറഞ്ഞു തരാമെന്നും പറയുന്നു. പഴയ സാധനങ്ങളെല്ലാം പുറത്തു വെച്ചിരിക്കുന്നത് കണ്ട് ആരോണിന്റെ അമ്മ ദേഷ്യപ്പെട്ട് ഇതൊന്നും വിൽക്കാനുള്ളതല്ലെന്നും എല്ലാം എടുത്ത് ഉള്ളിലേക്ക് തന്നെ വെക്കാൻ പറയുന്നു. പണത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ആരോൺ പഴയ സാധനങ്ങളിൽ നിന്ന് ഒരു ജാർ എടുത്ത് ഒരു സെല്ലിംഗ് സൈറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് സിസ്റ്റം ഹാങ് ആയി പോകുന്നു. ദേഷ്യം വന്ന ആരോൺ കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ആരോണിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ബെൻ വരുന്നു. രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിനിടെ ആരോണിന്റെ ലിപ്പിന് മുകളിലുള്ള പാടിനെ കുറിച്ച് ബെൻ പറയുന്നു. അപ്പോൾ ആരോൺ ചെറുപ്പം മുതലേ ഈ പാട് പോവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് രണ്ടുപേരും ബാറിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബെൻ ലിസയെ കുറിച്ച് പറയുന്നു. ഡെറിക് പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും, എന്നും ലിസയെ ഉപദ്രവിക്കും. ഡെറിക് ഇപ്പോൾ പോലീസ് ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് ധൈര്യമാണെന്ന് പറയുന്നു. ഇത് കേട്ട ആരോൺ ലിസ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് പറയുന്നു. ബെൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ആരോണിന്റെ അടുത്തേക്ക് ഡെറിക് വരുന്നു. ഡെറിക് ആരോണിനോട് ഇനി പഴയതുപോലെ ലിസയെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുതെന്നും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു. ആരോൺ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കാർ നിർത്തി അവിടെയുള്ളൊരു കടയിൽ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങുന്നു. ഡ്രിങ്ക്സിന്റെ കൂടെ ഒരു കൂപ്പണും കിട്ടുന്നു. ജയിച്ചാൽ $5000 കിട്ടുമെന്നും കടയിലുള്ള ആൾ പറയുന്നു. ആരോൺ കൂപ്പൺ ചുരണ്ടി നോക്കുമ്പോൾ $1 പോലും കിട്ടിയില്ല. പണത്തിന് ആവശ്യമുള്ളത് കൊണ്ട് വീണ്ടും ആരോൺ ഒരു കൂപ്പൺ കൂടി വാങ്ങുന്നു. രണ്ടാമത്തെ കൂപ്പൺ ചുരണ്ടി നോക്കുമ്പോൾ അതിൽ $5000 ക്യാഷ് പ്രൈസ് അടിച്ചിരിക്കുന്നത് കണ്ട് സർപ്രൈസ് ആയി പോയ ആരോൺ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു. രാത്രി ആരോൺ ഉറങ്ങുമ്പോൾ അടുത്ത വീട്ടിലെ നായ കുറച്ച് ശല്യപ്പെടുത്തുന്നു. ദേഷ്യം വന്ന ആരോൺ ജനൽ തുറന്ന് ശല്യം ചത്തുപോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടിലെ നായയുടെ ഓണർ വീട്ടിലേക്ക് വന്ന് ആരോണെ ചീത്ത വിളിക്കുന്നു. ഒന്നും മനസ്സിലാവാതെ ആരോൺ പുറത്തു പോയി നോക്കുമ്പോൾ ആ നായ ചത്തു കിടക്കുന്നത് കണ്ട് ഷോക്കായി പോകുന്നു. അയാൾ ആരോണാണ് അതിനെ കൊന്നതെന്ന് കരുതി കുറെ ദേഷ്യപ്പെടുന്നു. അന്ന് രാത്രി ആരോൺ ലിസയെ കാണുന്നു. ആരോൺ ലിസയോട് ഡെറിക് ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ ലിസ എന്റെ ജീവിതം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് പോകുന്നു. അവിടെ നിന്ന് ആരോൺ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കാർ വന്ന് ഇടിക്കുന്നു. കാറിൽ നിന്ന് ആരോണിന്റെ ഫ്രണ്ട് ടൈഡ് ഷോക്കായി ഇറങ്ങി വരുന്നു. അടുത്ത സീനിൽ ആരോൺ ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുന്നു. ഡോക്ടർ ആരോണോട് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ നിങ്ങളുടെ മുഖത്തിന് ചില മുറിവുകൾ ഉണ്ടായി,
അതുകൊണ്ട് തന്നെ അത് മാറാൻ വേണ്ടി ഒരു സർജറി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് ടൈഡ് അങ്ങോട്ട് വന്ന് ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതെന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നു. ആരോൺ അത് കുഴപ്പമില്ലെന്ന് പറയുന്നു. പിന്നീട് ഡിസ്ചാർജ് ആവുന്ന ദിവസം ആരോനെ കൊണ്ടുപോവാൻ ലിസ വരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് മുഖത്തുള്ള ബാൻഡേജ് അഴിക്കണമെന്ന് പറഞ്ഞ് സിസ്റ്റർ ബാൻഡേജ് അഴിക്കുന്നു. എല്ലാവരും ആരോന്റെ ലിപ്പിന് മേലെ ഉണ്ടായിരുന്ന പാട് മാറിയത് കണ്ട് ഷോക്കായി പോകുന്നു. തന്റെ മുഖം കണ്ണാടിയിൽ കണ്ട ആരോൺ ഈ വാർത്ത അമ്മയോട് പറയാൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അമ്മ അച്ഛനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ആരോൺ അമ്മയെ സമാധാനപ്പെടുത്തി അച്ഛൻ എപ്പോഴും അമ്മ ഹാപ്പി ആയിരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നതെന്നും എനിക്കും അമ്മ പഴയതുപോലെ ആകണമെന്നാണ് ആഗ്രഹമെന്നും പറയുന്നു. ആരോന്റെ മുഖം കണ്ട് അമ്മയും വളരെ സന്തോഷിക്കുന്നു. അടുത്ത ദിവസം പെട്ടെന്ന് അമ്മ പഴയതുപോലെ മാറിയത് കണ്ട് ആരോൺ ഷോക്കായി പോകുന്നു. ആരോൺ ലിസയോട് അമ്മയുടെ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു. രാത്രി ആരോണും ബെന്നും സംസാരിച്ചിരിക്കുമ്പോൾ ആരോൺ നീ എന്താണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ വരാഞ്ഞതെന്ന് ചോദിക്കുന്നു. അതിന് ബെൻ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ ഇഷ്ടമില്ലെന്ന് പറയുന്നു. രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ട് ആരോൺ അങ്ങോട്ട് പോകുന്നു. വീടിനുള്ളിലേക്ക് വന്ന ആരോൺ ഇരുട്ടിൽ അമ്മ മരിച്ചുപോയ അച്ഛന്റെ കൂടെ ഡാൻസ് കളിക്കുന്നത് കണ്ട് ഷോക്കായി പോകുന്നു. ആരോൺ പേടിച്ചു പോയി പുറത്തേക്ക് വന്ന് ബെന്നിനെ വിളിക്കാൻ നോക്കുമ്പോൾ പുറത്ത് ബെന്നിനെ കാണാനില്ല. പിന്നീട് ധൈര്യം സംഭരിച്ച് ഉള്ളിലേക്ക് പോയി നോക്കുന്ന ആരോൺ അമ്മ ആരോടോ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കാണുന്നു. ആരോൺ അമ്മയോട് അത് അച്ഛനല്ല ഒരു പ്രേതമാണെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ആരോന്റെ അമ്മ അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നു. ആരോൺ ബെന്നിനെ കാണാതെയായപ്പോൾ ബെന്നിന്റെ വീട്ടിലേക്ക് പോയി അവനെ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ബെന്നിന്റെ അമ്മ ബെൻ ഒരു വർഷം മുന്നേ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന് പറയുന്നു. ഇത് കേട്ട് ആരോൺ ബെന്ന് കുറച്ചു മുൻപ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷേ ബെന്നിന്റെ അമ്മ ആരോൺ കളിയാക്കുകയാണെന്ന് വിചാരിച്ച് ദേഷ്യപ്പെട്ടു പോകുന്നു. ഉടനെ ആരോൺ ബെന്നിന്റെ കല്ലറയിലേക്ക് പോയി നോക്കുമ്പോൾ കല്ലറ ആരോ തുറന്നിരിക്കുന്നത് കാണുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആരോൺ തിരിഞ്ഞു നോക്കുമ്പോൾ ബെൻ ഒരു ബെഞ്ചിലിരിക്കുന്നത് കണ്ട് ആരാണ് നീ എന്ന് ചോദിക്കുന്നു. ബെന്നിന്റെ പ്രേതം ഞാൻ നീ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി തരാൻ വന്ന നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. ആരോൺ നടന്നതെല്ലാം ലിസയോട് പറഞ്ഞ് താൻ ജാറ് വിൽക്കാൻ നോക്കിയത് മുതലാണ് എല്ലാം സംഭവിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു. ഇത് കേട്ട് ലിസ ആരോന്റെ അച്ഛന്റെ പാർട്ട്ണർ ആയിരുന്ന ആളിന്റെ അടുത്തേക്ക് ആരോനെ കൊണ്ടുപോയി ആ ജാറിനെ കുറിച്ച് അയാളോട് ചോദിക്കുന്നു. ആ ജാറിന്റെ ഫോട്ടോ കണ്ട അയാൾ അതിന്റെ ഹിസ്റ്ററി പറയാൻ തുടങ്ങുന്നു. പണ്ട് കാലത്തെ ആളുകൾ ഈ ജാർ ഒരു ശാപവസ്തുവായി കരുതി അത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്നു. പിന്നീട് അത് വില്ലിംഗ്സൺ എന്നൊരാൾ പുറത്തെടുത്ത് അത് ഞങ്ങൾക്ക് വിറ്റു. വില്ലിംഗ്സൺ തന്റെ നാക്കറുത്ത് ഭാര്യയെ 2 കഷ്ണങ്ങളാക്കി വെട്ടി എന്നുള്ള ചില കഥകളെല്ലാം കേട്ടിരുന്നെന്നും അയാൾ പറയുന്നു. ലിസയും ആരോണും വില്ലിംഗ്സന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അയാളെ മകളെ കാണാൻ പോകുന്നു. ആരോൺ ആ പെൺകുട്ടിയോട് ഈ ജാറിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതൊരു മാജിക് ജാറാണെന്നും അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർ എന്താഗ്രഹിച്ചാലും അത് നടത്തിക്കൊടുക്കും. ആ ജാറിനുള്ളിൽ ഒരു ബോധമുണ്ടെന്നും അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നും ആ പെൺകുട്ടി പറയുന്നു. ഇത് കേട്ട് ആരോൺ അവളോട് എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ജാറ് കിട്ടിയതിനു ശേഷം അച്ഛന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് വെറും കോയിൻസിഡൻസ് മാത്രമാണെന്ന് കരുതി ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. അച്ഛന് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ജോലി തിരക്ക് കൊണ്ട് അമ്മയെ കിട്ടാത്തത് കൊണ്ട് അച്ഛൻ അമ്മ 2 രൂപങ്ങളായി മാറാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ ഭൂതം എന്റെ അച്ഛന്റെ രൂപത്തിൽ വന്ന് അമ്മയെ 2ആയി വെട്ടിയെന്ന് ആ പെൺകുട്ടി പറയുന്നു. ജാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവർ പിന്നീട് വില്ലിംഗ്സനെ കാണാൻ പോകുന്നു. അയാൾ ഒരു മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. വില്ലിംഗ്സനോട് അയാളുടെ മകൾ ആരോനെ കുറിച്ച് പറയുന്നു. അയാൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആരോനോട് എത്ര ആഗ്രഹങ്ങൾ ആ ജാറിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് ഒരു പുസ്തകത്തിൽ എഴുതി ചോദിക്കുന്നു. ആരോൺ പെട്ടെന്ന് 4 ആഗ്രഹങ്ങൾ എന്ന് പറയുന്നു. 1 പണം കിട്ടാൻ, 2 നായ മരിക്കാൻ, 3 മുഖത്തെ പാടുപോവാൻ, 4ാമത്തേത് അമ്മ പഴയതുപോലെ ആവാൻ. ഇത് കേട്ട വില്ലിംഗ്സൺ ഡയറിയിൽ ഉറപ്പായിട്ടും 4 തന്നെയാണോ എന്ന് ചോദിക്കുന്നു. ആരോൺ ആലോചിച്ച് 4 അല്ല 5 ആഗ്രഹങ്ങളാണെന്ന് പറയുന്നു. 5ാമതായി അമ്മയുടെ കൂടെയുള്ള അച്ഛന്റെ പ്രേതം വീട്ടിൽ നിന്ന് പോവാൻ ആഗ്രഹിച്ചിരുന്നെന്ന് പറയുന്നു. 7ാമതായി ഒരു ആഗ്രഹം ചോദിച്ചാൽ നീ മരിച്ചു പോകുമെന്ന് വില്ലിംഗ്സൺ എഴുതി കാണിക്കുന്നു. അബദ്ധത്തിൽ പോലും ഇനി 7ാമതായി ഒരു ആഗ്രഹം ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് വില്ലിംഗ്സൺ തന്റെ നാക്ക് സ്വയം വെട്ടിക്കളഞ്ഞതെന്നും പറയുന്നു. ആരോൺ ലിസയോട് താൻ അമ്മയെ കൂട്ടി വേറെ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. ഇതേ സമയം വീട്ടിൽ അമ്മ
അച്ഛൻ്റെ പ്രേതം വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. പക്ഷേ അച്ഛൻ്റെ പ്രേതം വരാത്തത് കൊണ്ട് സങ്കടത്തിൽ അമ്മ സൂയിസൈഡ് ചെയ്യുന്നു. വീട്ടിലേക്ക് വന്ന ആരോൺ അമ്മ മരിച്ചത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ജാറിലെ ഭൂതം ആരോണിന്റെ ഫ്രണ്ടിന്റെ രൂപത്തിൽ വന്ന് നിന്റെ ലാസ്റ്റ് വിഷ് എന്താണെന്ന് പറയാൻ പറയുന്നു. എന്നാൽ ആരോൺ ഒന്നും പറയില്ലെന്ന് വാശി പിടിക്കുന്നു. ഉടനെ ആ രൂപം ആരോണിന്റെ അമ്മയുടെ രൂപത്തിലേക്ക് വന്ന് ലാസ്റ്റ് വിഷ് എന്താണെന്ന് ചോദിക്കുന്നു. ആരോൺ ആഗ്രഹങ്ങളൊന്നും പറയാതെ ധൈര്യമുണ്ടെങ്കിൽ നിന്റെ പൂർണ്ണ രൂപം കാണിക്കാൻ ഭൂതത്തോട് പറയുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു രൂപം വരുന്നു. പേടിച്ചു പോയ ആരോൺ ഇനി ജീവിച്ചിരിക്കില്ലെന്ന് ഉറപ്പിച്ച് ഒരു തോക്കെടുത്ത് സ്വയം ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഡോറിൽ മുട്ടുന്നു. ആരോൺ ഡോർ തുറക്കുമ്പോൾ അത് ഡെറിക് ആയിരുന്നു. ഡെറിക് ആരോണോട് നിന്റെ കൂടെ ലിസ കറങ്ങി നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് അവൾക്ക് ഞാൻ അതിനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് ആരോൺ തൻ്റെ 6ാമത്തെ ആഗ്രഹമായി ജാറിനോട് ലിസയെ ഇനി ഡെറിക് വേദനിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ഡെറിക് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. സോ ഭൂതം ഡെറിക്കിന്റെ രൂപത്തിൽ വന്ന് തന്നോട് ആഗ്രഹം ചോദിച്ചതാണെന്ന് ആരോണ് മനസ്സിലാവുന്നു. ഇതേ സമയം ടൈഡിന്റെ അടുത്തേക്ക് ലിസയുടെ രൂപത്തിൽ ഭൂതം വന്ന് ഡെറിക് തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ച് നാളെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് ടൈഡിനോട് പറയുന്നു. ഇത് കേട്ട് ടൈഡ് നേരെ ഡെറിക്കിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഡെറിക്കിനോട് തനിക്കെതിരെ കളക്ട് ചെയ്ത തെളിവുകളെല്ലാം നശിപ്പിച്ചു കളയാൻ ടൈഡ് പറയുന്നു. പിന്നീട് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു വഴക്ക് നടക്കുന്നു. ശബ്ദം കേട്ടുവന്ന് ലിസ രണ്ടുപേരെയും പിടിച്ചു മാറ്റി ടൈഡിനോട് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ടൈഡ് നീയല്ലേ ഡെറിക്കിന്റെ അടുത്ത് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുന്നു. ലിസയ്ക്ക് എന്താണ് ടൈഡ് പറയുന്നതെന്ന് മനസ്സിലാവാതെ ടൈഡിനോട് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നു. ടൈഡ് തിരിച്ചു പോകുമ്പോൾ ഡെറിക് അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ടൈഡ് തോക്ക് വെച്ച് ഡെറിക്കിനെ കൊല്ലുന്നു. ആരോൺ അങ്ങോട്ട് വന്ന് ലിസയോട് താൻ വിഷ് ചെയ്തത് കൊണ്ടാണ് ഡെറിക് മരിച്ചു പോയതെന്ന് പറയുന്നു. ഇത് കേട്ട് ടൈഡ് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് ആരോണിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ലിസ നീയാണ് എല്ലാത്തിനും കാരണമെന്ന് ടൈഡിനോട് പറയുന്നു. പെട്ടെന്ന് ടൈഡ് പോലും അറിയാതെ അവൻ ലിസയെ ഷൂട്ട് ചെയ്യുന്നു. തന്റെ 2 ഫ്രണ്ട്സിനെയും കൊന്നതിന്റെ കുറ്റബോധത്തിൽ ടൈഡ് സൂയിസൈഡ് ചെയ്യുന്നു. 3 പേരും മരിച്ചു കിടക്കുന്നത് കണ്ട് ആരോൺ ഷോക്കായി പോകുന്നു. ഭൂതം വന്ന് ആരോണോട് ലാസ്റ്റ് വിഷ് പറയാൻ പറയുമ്പോൾ ആരോൺ എനിക്ക് ആക്സിഡന്റ് നടന്നിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നെന്ന് പറയുന്നു. കാരണം ആ ആക്സിഡന്റിന് ശേഷമാണ് എല്ലാം നടന്നതെന്ന് ആരോൺ പറയുന്നു. അങ്ങനെ ആരോൺ ടൈഡിന്റെ കാർ ഇടിച്ച് അവിടെ തന്നെ മരിച്ചു പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ആരോണിന്റെ അമ്മ പഴയതുപോലെ മാറി തന്റെ ഹസ്ബൻഡിന്റെ പഴയ സാധനങ്ങളെല്ലാം വീടിന്റെ മുറ്റത്ത് വിൽക്കാൻ വെക്കുന്നു. ലിസ അങ്ങോട്ട് വന്ന് താൻ വേറെ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അമ്മ ആരോണിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ആ ഭൂതമുള്ള ജാർ ലിസയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നു. ലിസയും ആ ജാർ വാങ്ങി സന്തോഷത്തോടെ പോകുന്നു. ഇനി ലിസയുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് സസ്പെൻസോട് കൂടെ ഈ ചിത്രം അവസാനിക്കുന്നു.